അലനെ, ഇതാണ് നിനക്കുള്ള വർക്ക് ആൻഡ് ഇതാണ് നിൻ്റെ ക്യാബിൻ. ഒരു കാര്യം സൂക്ഷിക്കണം, ബോസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സോ നീ ഇവിടെ എന്താ ചെയ്യണേ, എന്താ എടുക്കണം എന്നൊക്കെ ബോസിന് നന്നായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഓർമ്മ നിനക്കുണ്ടാകണം. ഓക്കെ? യെസ് യെസ്, ഡൺ. ഇതാ കെവിനെ നിന്നെ സ്റ്റെഫിൻ മാഡം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, മേ ഐ കമിൻ മാഡം? യെസ് കമിൻ. മാഡം എന്നെ അന്വേഷിച്ചെന്ന് ജേക്ക് പറഞ്ഞു. മാഡം ഒന്നും പറഞ്ഞില്ല. എനിക്ക് വേറെ ചിലരെ പല മറവിയൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇയാളെ വിളിപ്പിച്ച കാര്യം. കളപ്പിലാണല്ലോ. എന്താ വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ല മാഡം? ഓ, ഇയാൾക്ക് പോകാൻ കുറേ ധൃതിയായല്ലേ? എന്താ സ്റ്റെഫിൻ മോനെ നിൻ്റെ പ്രശ്നം? ഓ, അപ്പം എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് എന്നെ പറ്റി വല്ല വിചാരം ഉണ്ടോ? 3 ദിവസം അയാൾ എന്നെ ഫോൺ വിളിച്ച് മേലേക്കൊന്ന് സംസാരിച്ചിട്ട്. എൻ്റെ പൊന്നു മോളെ, വേറെ നിവർത്തി ഇല്ലാഞ്ഞിട്ടല്ലേ. അലനുണ്ടെന്ന് അടുത്ത് ഫുൾ ടൈം. അവൻ ഇറങ്ങിയപ്പോൾ എന്താ അവൻ പിടിച്ച് ഇയാളെ മൂക്കി കയറ്റുമോ? എടി, അത് വേറെ ഒന്നുകൊണ്ടല്ല. അവനിപ്പോൾ ഇവിടെ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. അപ്പം ഞാനും നീയുമായിട്ട് ഡിങ്കോൾഫി ആണെന്ന് അവനറിഞ്ഞാൽ നമ്മുടെ 2 പേരുടെ ഓറ കൂടി. എന്നാലും കെവിൻ ചായനെ എന്നെ വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. നിന്നെ വിളിച്ചില്ലല്ലോ എന്നാ? എൻ്റെ ഉള്ളിൽ മുഴുവൻ നീയല്ലേ. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന ചോരയല്ല, നീയാ, നീ മാത്രം. ഒന്ന് പോയി ചായ. എനിവേ, ഇന്ന് കാണാൻ നല്ല ഡ്രസ്സ് കിട്ടോ. ഇന്നാനാണെന്ന് രാത്രി ഞാൻ വിളിച്ചേക്കാം, പേടിക്കണ്ട. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. ബൈ, ബാക്കി ഞാൻ രാത്രി തരാവേ. കാണുന്നില്ലല്ലോ, അവിടെ പോയി. ആരോടോ രാവിലെ തന്നെ നിന്ന് ചൂടാവുന്നുണ്ട്. എന്നാണേലും ദേഷ്യപ്പെടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. സാറൊന്നും എവിടെ നിൽക്കുന്നേ? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല, ബിസിയാ. ഓ, ബിസി ആയതുകൊണ്ട് കഴിക്കാതിരുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുമോ? എൻ്റെ പൊന്നോ, നോക്കി ദഹിപ്പിക്കുമല്ലോ. ഞാൻ ചുമ്മാ ചോദിച്ചതാ. കാണുന്നില്ലല്ലോ. എങ്ങനെ ഒന്ന് നോക്കുന്നേ? വെള്ളം എടുക്കാൻ പോവാം. അതെ, നിൽക്കത്ത്. നീ എന്താ ഇവിടെ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഞാൻ വെള്ളം എടുക്കാൻ വന്നാ. അല്ല, കെവിനേട്ടൻ എന്താ ഇവിടെ? ഞാനും വെള്ളം എടുക്കാൻ വന്നാ. എന്നിട്ട് ദാഹം മാറ്റിയോ? പിന്നെ ആവശ്യത്തിലേറെ മാറ്റിയിട്ടുണ്ട്. ഞാനും. ഇപ്പം ദാഹം മാറിയില്ല. ഓ, ഒന്നുമില്ലായേ എൻ്റെ പൊന്നോ. നിങ്ങളവിടെ നിൽക്കുവാണോ? എടാ, നാളെ ഒരു 10:30 ഓഫീസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു 10:25 ഒക്കെ ആകുമ്പോഴത്തേക്കും മീറ്റിംഗ് റൂമിലോട്ട് വരണേ. സോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ് നമ്മുടെ വീക്കിലെ ഒരു റിപ്പോർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് എടുത്തത്. നമ്മൾ കമ്പാരേറ്റീവ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബെറ്റർ. നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, വർക്ക് അവേഴ്സ് കൂട്ടിയതിൻ്റെ ആയിരിക്കാം മേ ബി. എന്താണ് നല്ലൊരു ഗെയിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഓ മൈ ഗോഡ്, ഇങ്ങനെ നോക്കിയിരിക്കുക എന്ത് രസമാണ്. എൻ്റെ കൺട്രോൾ മൊത്തം കളയുമെന്നാണ് തോന്നുന്നത്. അലൻ, ഫോക്കസ്. കണ്ടു. അലൻ, താൻ അവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? ഞാൻ പറയുന്നതല്ല, എന്താ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ, സോറി. അതെനിക്ക് മനസ്സിലായി. കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ തൻ്റെ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് താൻ ഇന്ന് തനിക്ക് തന്നേക്കുന്ന എക്സ്ട്രാ വർക്ക് ഇവിടെ എൻ്റെ കൂടെ ഈ മീറ്റിംഗ് റൂമിൽ ഇരുന്ന് ചെയ്താൽ മതി. എക്സ്ട്രാ വർക്കോ? എന്തേ, താൻ കേട്ടിട്ടില്ല എക്സ്ട്രാ വർക്കെന്ന്? സോ ബാക്കി എല്ലാവർക്കും പോകാം. പണ്ടാരം ഈ കാലമാടനെ പറ്റി നല്ലത് പറഞ്ഞ് വാലോട്ടിടുമ്പോൾ ഇയാൾ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനഃപൂർവ്വമാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. മിക്കവാറും ഞാൻ ഇയാളുടെ മനസ്സിളക്കുന്നതാണ്. അതാണ് പ്രതികാരമായിരിക്കും. എന്തുവാണോ താൻ കിടന്ന് വെറുതെ നിലയ്ക്കിരുന്ന് ജോലി ചെയ്യും? എൻ്റെ ഒരു തണുപ്പ്, ഇങ്ങേർക്ക് തണുക്കുന്നുണ്ടല്ലേ? എൻ്റെ പൊന്നി, ഫുൾ എ സിയിലാണല്ലോ കിടക്കുന്നത്. ഞാനെന്താ കല്ലു ചോദിച്ചു വെക്കാം. സാർ, ഈ എ സി ഒന്ന് പറ്റത്തില്ല. അത്രയ്ക്ക് തണുപ്പാണ്. താൻ പോയി വല്ല സ്വെറ്റർ എടുത്തിട്ട്. ആഗ്രഹം ഉണ്ടാഞ്ഞിട്ടല്ല. ഓഫീസിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോർമൽ ഡ്രസ്സ് വേണ്ടി ഇടാൻ. സ്വെറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാറിനെ പുറത്താക്കാനല്ലേ. താൻ കൂടുതൽ പ്രസംഗിക്കാതിരുന്ന് ജോലി ചെയ്യണോ? നാളെ താൻ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞ് ഷവർ ഓണാക്കുമ്പോൾ ഷവറിനകത്ത് വെള്ളം വരാണ്ടിരിക്കുള്ളൂ. ഇതെൻ്റെ പ്രാഗ. എങ്ങനെയോ തീർത്തു. ഇയാൾ പോയോ? ഒരു ബായി പോലും പറയാണ്ടാണ്ട് ഇറങ്ങിപ്പോന്നു. ദുഷ്ടൻ. എന്നിട്ടും എന്നോട് പിടിച്ചിരുത്തിയതും പോരാ.
ഒന്നും നോക്കുകയൊന്നും ചെയ്തില്ല. ഓഫ്, ഈ മണഗുണാഞ്ചിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അടിപൊളി. ഇപ്പം എങ്ങനെ ഇരിക്കണം? ഉയ്യൻ്റെ മോനെ, എന്തൊരു ലക്ക്. മഴ പെയ്യാൻ കണ്ടൊരു സമയം. ഇങ്ങനത്തെ കുടയുണ്ടോ? 4 കാലം എടുത്ത് അങ്ങോട്ട് വെച്ചാൽ അവിടെ കാറ് നടപ്പുണ്ട്. എന്നാലും ഈ കുടയിലേ പോത്തുള്ളൂ. ചോദിച്ചു നോക്കാം. സാർ, എന്നെയും കൂടി ഒന്ന്. എന്ത്? എന്നെയും കൂടി ഈ കുടയിലൊന്ന്. അല്ല വേണ്ട, എന്നെ കാറിനൊന്ന് ഇറക്കി വീട്ടിൽ വരെ ഒന്ന് വിട്ടാലും മതി. ഓ, ആവശ്യം വളരെ ചെറുതായി പോയല്ലോ. എന്നാ സാറല്ലേ എനിക്ക് ലേറ്റ് വർക്ക് തന്നെ, അതുകൊണ്ടല്ലേ കെവിനേട്ടൻ പോയേ. അതുകൊണ്ടെന്നാ അറ്റ്ലീസ്റ്റ് ആ കുടയിൽ എനിക്ക് തന്നോട്. നിനക്ക് വേണ്ടി കാലുണ്ടല്ലോ. നിന്റെ വീട് ഇവിടുന്ന് 5 മിനിറ്റല്ലേ ഉള്ളൂ. നടന്നങ്ങ് പോയാൽ മതി. അത് മഴയ്ക്ക് അറിയത്തില്ലല്ലോ. ആഹാ, ആണോ? എന്നാ മോനിവിടെ നിന്നോ. ദുഷ്ടൻ. മഴ കൂടി വരുവാണല്ലോ. ഇതുവരെ നിന്നുമില്ല. അവൻ എങ്ങനെ പോയി കാണും? അറ്റ്ലീസ്റ്റ് അവൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ആ കുടയിലും കൊടുത്തു വിടായിരുന്നു. ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കിയാലോ? എന്തിന്? ഒന്നും ശരിയത്തില്ല. ഓ ജേ, ബിഹേവ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്ന് അലനില്ലേ? ഇല്ല സാർ, അവൻ ലീവാ. സിക്ക് ലീവ് എടുത്തേക്കുന്നത്. ഓ, യു ക്യാൻ ലീവ്. സിക്കോ? എന്തു പറ്റിക്കാണും? ഓ, അന്നേരം ബാക്കി ഞാൻ മെയിൽ ചെയ്യാം കേട്ടോ. ആടാ, അത് മതി. പിന്നെ അലൻ എന്തു പറ്റിയതാ? അവന് പനി പിടിച്ചതാടാ. ഇന്നലെ മൊത്തം മഴ നനഞ്ഞ് കുതിർന്നാ വീട്ടിലോട്ട് വന്നേ. അതിൻ്റെ ആടാ. എന്നാൽ ശരി, നീ വിട്ടോ. ഇവൻ എന്തിനാ ഇപ്പം അലനെ പറ്റി ചോദിച്ചേ? എന്നാലും അലനെ പറ്റിയൊക്കെ ചോദിക്കാൻ എന്തിനോട്ടെ. ഇതെന്തോ ഒരു സുഖമില്ലാത്ത. പക്ഷെ എന്നാലും അവൻ ഇന്നലെ മഴ നനഞ്ഞോണ്ടല്ലോ അവന് പനി പിടിച്ചേ. ഇന്നലെ ചെറുക്കനോട് ചോദിച്ചായിരുന്നു. അവനെ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് അവൻ ആ കുടയിലും കൊടുത്താൽ മതിയായിരുന്നു. ഇതൊരുമാതിരി ഞാൻ കാരണം എന്തോ മിസ് ചെയ്യുന്ന പോലെ. അതോ എനിക്ക് റിഗ്രറ്റാണ്. നീ വന്നോ? ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിൽ? ഓഫീസിൽ എന്നാ നീ ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സാർ നിന്നെ പറ്റി ചോദിച്ചു. ഏത് സാറ്? എടാ പൊട്ടാ, നമ്മുടെ ബോസ് ജെയ്ഡ്. ശരിക്കും? നീ എന്താ വരാത്തേ, നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ കെവിനേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നീ ഇന്നലെ മഴ നനഞ്ഞായിരുന്നു, അതുകൊണ്ട് നിനക്ക് പനി പിടിച്ചെന്ന്. അങ്ങനെ തന്നെ പറയണം. അയാൾ കാരണം എനിക്ക് പനി പിടിച്ചേ. അതൊന്നുമില്ല. ഇപ്പം നിൻ്റെ പനിയൊക്കെ പോയല്ലോ, മുഖത്തൊരു പ്രസാദമൊക്കെ വന്നല്ലോ. അത് പിന്നെ പെട്ടെന്ന് ചോദിച്ചെന്ന് കണ്ടപ്പം എന്തോ പോലെ. അതെന്തിനാ എന്തോ പോലെ തോന്നണേ? എൻ്റെ പൊന്നു, ഒന്നുമില്ല. നീ നാളെ ലീവല്ലേ? ആര് പറഞ്ഞു? ഞാൻ നാളെ വരുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും? നീയല്ലേ പറഞ്ഞ 2-3 ദിവസത്തേക്ക് നിനക്ക് അവധിയാണ്, നിനക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല, മേലാന്നൊക്കെ. എൻ്റെ മേലായിക്ക് എപ്പോഴായി പോയി? ആയിക്കോട്ടെ. കർത്താവേ, മിന്നിച്ചേക്കണേ. മേ ഐ കം ഇൻ സാർ? യെസ്, കം ഇൻ. സാർ, വർക്ക് സബ്മിറ്റ് ചെയ്യാൻ വന്നാ? എടാ ചെക്ക്. ഇത് ഒത്തിരി ഇല്ലേ, ഞാനിത് മൊത്തം നോക്കിയിട്ട് ഇന്ന് ഈവനിങ്ങുള്ളിൽ തന്നോട് പറഞ്ഞേക്കാം. താനിപ്പോൾ പൊക്കോ. ഓക്കെ സാർ. പിന്നെ സാറ് കാരണം തന്നെ കേട്ടോ എനിക്ക് ഇന്നലെ വയ്യാണ്ടായേ. സാറ് കാരണം തന്നെ റിഗ്രറ്റ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കുറച്ചുകൂടെ കൂട്ടിക്കോ. അത് കൂട്ടാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞേ. നിനക്കെന്താടേ വയ്യേ? ചുമ്മാ ഈ പിച്ചും മെയ്യും പറയണേ. എനിക്ക് വയ്യെന്ന് തന്നെ അങ്ങ് കൂട്ടിക്കോ. എനിക്കതിലൊരു കുഴപ്പമില്ല. സാർ ഇന്നലെ എന്നെ മിസ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മീ മിസ് യു? മിസ് ചെയ്യാൻ നീ ആര്? എൻ്റെ ഗേൾ ഫ്രണ്ടോ? ഇപ്പം അല്ല, ആവുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അതെ, വല്ലതും പറയാനാണെങ്കിൽ ഇച്ചിരി ഒച്ച കൂട്ടി പറയാം, എനിക്കൊന്നും കേൾക്കത്തില്ല. ഇന്നലെ എന്നെപ്പറ്റി കെവിനേട്ടനോട് ചോദിച്ചെന്ന് ഞാൻ കേട്ടല്ലോ. അതായിരുന്നോ? അത് ഓഫീസിലൊരു എംപ്ലോയി വരാണ്ടിരുന്ന സിഒയ്ക്ക് ചോദിച്ചുകൂടാന്നൊന്നുമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് മൈ റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? ഇന്നലെ തുടങ്ങിയ ശീലമായിരിക്കും അല്ലേ?
ഗോഡ്, ഞാൻ നിനക്ക് 3 സെക്കൻഡ് ടൈം തരാം. ഓ എൻ്റെ പൊന്നി, ഇനി ഞാൻ കാരണം തലയ്ക്ക് ചൂട് പിടിപ്പിക്കണ്ട, ഞാനങ്ങ് പോയേക്കാവേ. മൈ ഗോഡ്, ഹീ ഈസ് ഇറ്റിംഗ് ഓൺ മൈ നെർവ്. ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ? ഇവൻ തന്നെ എന്നെ ഒരു പേടിയില്ലാത്ത? ഞാൻ ഇവൻ്റെ CEO അല്ലേ? ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനെ ഒരാളെ ആദ്യമായിട്ടാണ് കാണണേ. ബട്ട് ഹീസ് ക്യൂട്ട്, റൈറ്റ്? ജേഡ്, ഫോക്കസ് ഓൺ വർക്ക്. സാർ, ഞാൻ റിയോട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവളേറ്റെന്നാ പറഞ്ഞേ. ഗുഡ്. ഓഫീസിൽ ഇരുന്ന് ഉറങ്ങുന്നോ? ഡോ, എന്താ പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോരെ ഇങ്ങനെ ഉറങ്ങാനാണേലോ? അയ്യോ സോറി സാർ, പവറിനാ. നിൻ്റെ പവർ ഞാൻ കട്ടാക്കും, കൂടെ സാലറി. ഇന്ന് കണ്ടില്ലല്ലോ. ഇച്ചിരി വെള്ളം എടുക്കാൻ പോവാം. ആ കൂളർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്താനേ. ഇവിടെ വരെ വന്നതല്ലേ, എന്നാണേലും കെവിനേട്ടനോട് രാത്രി മന്തി വയ്ക്കാൻ കൊണ്ടുവന്നും കൂടെ ചോദിക്കാം. കെവിനേട്ടാ, രാത്രി മന്തി. അല്ലേ, നീ എന്താ ഇവിടെ? അയ്യോ, നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ? ഓഹോ, അപ്പം നിങ്ങളുടെ വെള്ളം കൂടി ഇതായിരുന്നല്ലേ. എടാ മോനെ, പതുക്കെ ആരെങ്കിലും കേൾക്കും, നീങ്ങ് വന്നേ. എൻ്റെ കയ്യിൽ നിന്ന് വിടണോ? എടാ നീങ്ങ് വാ, നമുക്ക് സംസാരിക്കാം. പറ, എനിക്കിപ്പോൾ അറിയണം, ഇതായിരുന്നോ നിങ്ങളുടെ വെള്ളം കൂടി? എന്താ മോനെ, ചേട്ടൻ പറയുന്നൊന്ന് കേൾക്കടാ നീ. ഞാൻ കുറെ കേട്ടല്ലോ. അതിൻ്റെ നിങ്ങൾ വീട്ടിലോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും പറയാനുള്ളൊരവസ്ഥയിലല്ല ഞാൻ.